Illustration 5. GTC has a lorry of 6 ton carrying capacity. So lorry carrying capacity is 6 ton. It operates lorry service from city A to city B for a particular vendor. It charges 2400 per ton from city A to city B. So city A to B 2400 per ton ആണ് ചാർജ് ചെയ്യുന്നത് and 2200 per ton for the return journey from city B to city A. So from city A to B 2400 per ton, then from city B to A 2200 per ton. Goods are also delivered to an intermediate city C, but no extra charges are billed for unloading goods in between destination city and no concession in rate is given for reduced load after unloading at intermediate city. Distance between the city A to B is 300 km. So from city A to B distance is 300 km and distance from city A to C is 140 km. From A to C 140 km. So total A to B 300 km. So from A to C 140 km. അതുകൊണ്ട് തന്നെ ഫ്രം ബി ടു സി അല്ലെങ്കിൽ സി ടു ബി ബാലൻസ് 160 കിലോമീറ്റർ ആയിരിക്കും ബിയും സിയും തമ്മിലുള്ള ഡിഫറൻസ്. ഇൻ ദ മന്ത് ഓഫ് ജനുവരി ദ ട്രക്ക് മേഡ് 12 ജേർണീസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. സോ നമ്പർ ഓഫ് ജേർണീസ് 12. ദ ഡീറ്റെയിൽസ് ഓഫ് ജേർണി ആർ ആസ് ഫോളോസ്. ഔട്ട്വേർഡ് ജേർണി, നമ്പർ ഓഫ് ജേർണീസ്, ലോഡ്. സോ ഫ്രം എ ടു ബി ഡിസ്റ്റൻസ് എത്രയാണ്? 300 കിലോമീറ്റർ. എ ടു ബി 300 കിലോമീറ്റർ. നടുക്ക് സി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. എ ടു സി 140 കിലോമീറ്റർ. ദർഫോർ സി ടു ബി വിൽ ബി 160 കിലോമീറ്റർ. ഓക്കെ. സോ ഫ്രം എ ടു ബി എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് സൈഡിൽ എഴുതുക, കാൽക്കുലേഷൻ എളുപ്പത്തിനാണ്. എ ടു ബി 300, നമ്പർ ഓഫ് ജേർണീസ് 10, ലോഡ് 6. ഫ്രം എ ടു സി ഡിസ്റ്റൻസസ് 140, സി ടു ബി ഡിസ്റ്റൻസസ് 160. അങ്ങനെ ഡിസ്റ്റൻസ് സൈഡിൽ എഴുതി കൊടുക്കാം. റിട്ടേൺ ജേർണിയുടെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. ആനുവൽ ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് ആർ 6 lakh and 1,20,000 റെസ്പെക്റ്റീവ്ലി. സോ ഫിക്സ്ഡ് കോസ്റ്റും മെയിൻ്റനൻസ് ചാർജും തന്നിട്ടുണ്ട്. ആനുവൽ ഡേറ്റയാണ് തന്നിരിക്കുന്നത്. റണ്ണിങ് ചാർജസ് സ്പെൻഡ് ഡ്യൂറിങ് ദ മന്ത് ഓഫ് ജനുവരി ആർ 2,94,400. സോ ജനുവരി മന്ത്ലി ഡേറ്റയാണ് റണ്ണിങ് ചാർജസ് തന്നിരിക്കുന്നത്. 2,94,400 includes 12,400 paid as penalty for overloading. So ഇതിൽ 12,400 penalty for overloading ഉണ്ട്. അത് റണ്ണിങ് ചാർജസിൽ നിന്ന് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കളയണം. You are required to calculate the cost as per commercial ton kilometer, then absolute ton kilometer. Calculate net profit or loss for the month of January. So first നമുക്ക് ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സ്റ്റാൻഡിങ് ചാർജസ് ഏതൊക്കെയാണ്? കോസ്റ്റിന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. സ്റ്റാൻഡിങ് ചാർജ്, മെയിൻ്റനൻസ് ചാർജ്, റണ്ണിങ് ചാർജ്. സോ സ്റ്റാൻഡിങ് ചാർജ് ഏതാണ്? ഫിക്സ്ഡ് കോസ്റ്റ് 6 lakh സ്റ്റാൻഡിങ് ചാർജ്. 2 കോളം പ്രൊവൈഡ് ചെയ്യാം. എമൗണ്ട് പെർ ആനം, എമൗണ്ട് പെർ മന്ത്. സ്റ്റാൻഡിങ് ചാർജിൽ ഫസ്റ്റ് ഫിക്സ്ഡ് കോസ്റ്റ് 6 lakh പെർ ആനം. 6 lakh ഡിവൈഡഡ് ബൈ 12, 50,000 per month. Then next is maintenance charge 1,20,000. So 1,20,000 per annum, 10,000 per month. Running charges 2,94,400, out of which 12,400 is paid as penalty for overloading. So 2,94,400 minus 12,400 ആണ് പെർ മന്തില്ല. എമൗണ്ട് പെർ മന്ത് ആണ് തന്നിരിക്കുന്നത് റണ്ണിങ് ചാർജസ്. സോ ടോട്ടൽ ചെയ്യാം. 3,42,000 we will get as total monthly cost. സോ ഫസ്റ്റ് നമുക്ക് അബ്സല്യൂട്ട് ടൺ കിലോമീറ്ററിൽ കോസ്റ്റ് കണ്ടുപിടിക്കാം. സോ കോസ്റ്റ് പെർ അബ്സല്യൂട്ട് ടൺ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ അബ്സല്യൂട്ട് ടൺ കിലോമീറ്റർ. കോസ്റ്റ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. അബ്സല്യൂട്ട് ടൺ കിലോമീറ്റർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ജേർണീസ് ഇൻറ്റു വെയ്റ്റ്, ക്യാരി ചെയ്ത വെയ്റ്റ്. സോ ഔട്ട്വേർഡ് ജേർണിയിൽ ഫ്രം എ ടു ബി എത്രയായിരിക്കും? 300 കിലോമീറ്റർ ഇൻറ്റു 10 ജേർണീസ് ഇൻറ്റു 6. ഫ്രം എ ടു സി 140 കിലോമീറ്റർ ഇൻറ്റു 2 ജേർണീസ് ഇൻറ്റു 6. ദെൻ ഫ്രം സി ടു ബി
160 kilometer into 2 journeys into 4. So total outward journey 2960. Then return journey from B to A, 300 kilometer into 5 into 8. B to A, 300 kilometer into 6 into 6. Then B to C, 160 kilometer into 1 into 6. From C to A, 140 kilometer into 1 into. So loading ഒന്നുമില്ലാത്തതുകൊണ്ട് absolute ton kilometer calculate ചെയ്യാൻ പറ്റത്തില്ല, 0 ആയി പോകും. ഓക്കെ, സോ ആ 3 ഡേറ്റയും കൊടുക്കാം. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ we will get 44,720 as absolute ton kilometer. First equationൽ substitute ചെയ്യാം. We will get cost per absolute ton kilometer as 7.65 rupees. Next we need to find the cost as per commercial ton kilometer. So commercial ton kilometer cost എങ്ങനെ കണ്ടുപിടിക്കും? So cost per commercial ton kilometer is equal to cost divided by commercial ton kilometer. Cost നമ്മൾ already calculate ചെയ്തു, 3,42,000. commercial ton kilometer എങ്ങനെ calculate ചെയ്യും? Average weight into total distance traveled. Average weight into total distance traveled ആണ് commercial ton kilometer. Average weight എന്ന് പറഞ്ഞാൽ total weight divided by total number of journeys. Okay, total weight എങ്ങനെ കണ്ടുപിടിക്കും? Outward weight. So first outward weight. Outward weight total weight എങ്ങനെ കണ്ടുപിടിക്കും? Number of journeys into load. Weight മാത്രമാണ്, distance എടുക്കണ്ട. Okay, so weight multiply ചെയ്യുക. So number of journeys into weight, 10 into 6 plus 2 into 6 plus 2 into 4 ചെയ്താൽ outward weight കിട്ടും. Then return weight 5 into 8 plus 6 into 6 plus 1 into 6. Total weight കിട്ടി. 1 into 0 എടുക്കണ്ട, because അത് 0 ആയി പോകും. So we don't have to consider that. So outward weightum total weightum add ചെയ്യുമ്പോൾ, outward weightum return weightum add ചെയ്യുമ്പോൾ we will get the total weight. Total weightന total number of journeys കൊണ്ട് divide ചെയ്തിട്ടുണ്ടെങ്കിൽ average weight കിട്ടും. Total number of journeys 10 plus 2 plus 2 plus 5 plus 6 plus 1. ഈ 1 എടുക്കില്ല. Okay, so average weight എന്ന് പറയുന്നത് 162 divided by 26, 6.23. Okay, so average weight കിട്ടി 6.23. Now we need to find the total distance traveled. So total distance എത്രയാണ്? From A to B total distance is 300 kilometer. So from A to B total distance is 300 kilometer. എത്ര ട്രിപ്പ് എടുക്കുന്നുണ്ട്? From A to B, then from B to A. From A to B, then B to A. 2 ട്രിപ്സ് എടുക്കുന്നുണ്ട്. So number of trips into number of single trips. 2 single trips എടുക്കുന്നുണ്ട് into total number of journeys എത്രയാണ്? 12 journey. Okay, so total distance traveled എങ്ങനെ കണ്ടുപിടിക്കും? Total distance 300 kilometer into from A to B and B to A. 2 trips into എത്ര journeys? 12 journeys. So total distance traveled will be 7,200. Okay, now we can find the commercial ton kilometer. So commercial ton kilometer is equal to average weight into total distance, 44,856. അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കോസ്റ്റ് പെർ കൊമേഴ്ഷ്യൽ ടൺ കിലോമീറ്റർ ഇസ് 3,42,000 divided by 44,856, which will give you 7.62 rupees. Second sub question, calculate net profit or loss for the month of January. So net profit or loss എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇൻകത്തിൽ നിന്നും നമ്മുടെ കോസ്റ്റ് മൈനസ് ചെയ്യും. സോ ഇൻകം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇൻകം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഹയർ ചാർജസ് റിസീവ്ഡ് ആണ്. 2,400 പെർ ടൺ ഫ്രം സിറ്റി എ ടു ബി. സിറ്റി എയിൽ നിന്നും തുടങ്ങി ബിയിലേക്ക് 2,400 പെർ ടൺ. റിട്ടേൺ ഫ്രം ബി ടു സി എത്ര? 2,200 പെർ ടൺ. ഓക്കെ, സോ ഫ്രം ഔട്ട്വേർഡ് ജേർണി എ ടു ബി ആണ്. സോ എ ടു ബി എടുക്കാം, എ ടു സി എടുക്കാം, പക്ഷേ സി ടു ബി എടുക്കാൻ പറ്റത്തില്ല. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഹയർ ചാർജസ് എത്രയാണ്? നമ്പർ ഓഫ് ജേർണീസ് ഇൻറ്റു ലോഡ് ടൺ ഇൻറ്റു എത്രയാണ്? ഔട്ട്വേർഡ് ജേർണിക്ക് 2,400. സോ 10 into 6 into 2,400, 1,44,000. അതേപോലെ തന്നെ ഫ്രം എ ടു സി 2 into 6 into 2,400,
28,800. Total 1,72,800. Then return journey എത്ര ഇൻകം കിട്ടുന്നുണ്ട്? റിട്ടേൺ ജേർണി എന്ന് പറയുന്നത് ഫ്രം ബി ടു എ. സോ ബി ടു എ എടുക്കാം, ബി ടു എ എടുക്കാം, ബി ടു സി എടുക്കാം, സി ടു എ എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഫ്രം ബി ടു എ 5 into 8 into റിട്ടേൺ ജേർണിക്ക് 2,200. അതേപോലെ നെക്സ്റ്റ് ബി ടു എ എന്ന് പറയുന്നത് 6 into 6 into 2,200. ബി ടു സി 1 into 6 into 2,200. So total higher charges received will be 3,53,200. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കോസ്റ്റ് കണ്ടുപിടിച്ചു, മൈനസ് കോസ്റ്റ് 3,42,000 ചെയ്യുമ്പോൾ we will get operating profit as 11,200. Illustration 6, costing of hotels and lodges and question ആണ്. A company runs a holiday home. For this purpose, it has hired a building at a rent of 10,000 per month along with 5% of total taking. So rent എന്ന് പറയുന്നത് 10,000 per month പേ ചെയ്യണം, ടോട്ടൽ ടേക്കിങ്ങിൻ്റെ 5% പേ ചെയ്യണം. It has 3 types of suites for its customers. Single room ഉണ്ട്, double room ഉണ്ട്, triple room ഉണ്ട്. Following information is given. Type of suite, number, occupancy percentage. So single room എത്ര ഉണ്ട്? 100 ഉണ്ട്. So occupancy percentage 100% occupied ആണ്. ഓക്കെ, ദെൻ ഡബിൾ റൂംസ് എത്രയുണ്ട്? 50 ഉണ്ട്, അതിൽ 80% occupied ഉള്ളൂ. ദെൻ ട്രിപ്പിൾ റൂംസ് 30 റൂംസ് ഉണ്ട്, 60% ആണ് occupied. ഓക്കെ, സോ റൂം ഡേയ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമ്പർ ഓഫ് റൂംസ് ഇൻറ്റു occupancy percentage ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്. ഇയർലി കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ. സോ നമ്പർ ഓഫ് റൂം ഡേയ്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് സിംഗിൾ റൂമിലെ റൂം ഡേയ്സ് എന്ന് പറയുന്നത് 100 ഇൻറ്റു 100% ഇൻറ്റു എത്ര ഡേയ്സ് ആണ് ഇൻ എ ഇയർ? 360 ഡേയ്സ് ആണ് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത്, 360 ഡേയ്സ്. അതേപോലെ ഡബിൾ റൂം 50 ഇൻറ്റു 80% ഇൻറ്റു 360. ട്രിപ്പിൾ റൂം 30 ഇൻറ്റു 60% ഇൻറ്റു 360. സോ നമ്പർ ഓഫ് റൂം ഡേയ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. The rent of double room suite is to be fixed at 2.5 times of single room suite and that of triple room suite as twice of the double room suite. So നമ്മൾ സെയിം ഇക്വാലൻറ്റ് ഫിഗറിലേക്ക് ആക്കണതാണ്. ബിക്കോസ് ഇവിടെ ബേസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. സിംഗിൾ റൂമിൻ്റെ, ഡബിൾ റൂമിൻ്റെ, ട്രിപ്പിൾ റൂമിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. സോ നമ്മൾ ഡബിൾ റൂമിലെ കോസ്റ്റ് സിംഗിൾ റൂം ആക്കുകയും ട്രിപ്പിൾ റൂമിലെ സിംഗിൾ റൂമിലേക്ക് ആക്കുകയാണ്. സോ റെൻ്റ് ഓഫ് ഡബിൾ റൂം എന്ന് പറയുന്നത് 2.5 ടൈംസ് ഓഫ് സിംഗിൾ റൂമാണ്. സോ സിംഗിൾ റൂമിൻ്റെ നമ്മൾ 1 ആയിട്ട് എടുക്കുന്നത് വിചാരിച്ചു കോസ്റ്റ് റെൻറ്റ്, അതിൻ്റെ 2.5 ടൈംസ് ആണ് ഡബിൾ റൂമിൻ്റെ. സോ 1 ഇൻറ്റു 2.5, 2.5 ആണ് ഡബിൾ റൂമിൻ്റെ റെൻറ്റ്. ദെൻ ട്രിപ്പിൾ റൂം സ്യൂട്ട് ആസ് ട്വൈസ് ഓഫ് ദ ഡബിൾ റൂം സ്യൂട്ട്. സോ ഡബിൾ റൂം സ്യൂട്ടിൻ്റെ ട്വൈസ് ആണ് ട്രിപ്പിൾ റൂം സ്യൂട്ട്. സോ ഡബിൾ റൂം സ്യൂട്ടിൻ്റെ റെൻറ്റ് എത്രയാണ്? 2.5. 2.5ൻ്റെ ട്വൈസ് 2.5 ഇൻറ്റു 2 5 ആണ് ട്രിപ്പിൾ റൂമിൻ്റെ റെൻറ്റ് എന്ന് പറയുന്നത്. Other expenses for the year 2020-21 are as follows: staff salaries, room attendance wages, lighting, heating and power, repairs and renovation, laundry charges, interior decoration, sundries. Provide profit at the rate of 20% on total taking and assume 360 days in a year. You are required to calculate the rent to be charged for each type of suite. So first നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? റൂം ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇക്വാലൻ്റ് റൂം ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ബിക്കോസ് ഇത് നമ്മൾ സിംഗിൾ റൂമിലേക്ക് കൺവേർട്ട് ചെയ്യണേന്, ഡബിൾ റൂമും ട്രിപ്പിൾ റൂമും. സോ ഫസ്റ്റ് ടോട്ടൽ ഇക്വാലൻ്റ് സിംഗിൾ റൂം സ്യൂട്ട്സ്, നേച്ചർ റൂം ഡേയ്സ് ഇക്വാലൻ്റ് സിംഗിൾ റൂം ഡേയ്സ്. റൂം ഡേയ്സ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. എങ്ങനെ? 100 റൂംസ് ഇൻറ്റു 100% occupancy ഇൻറ്റു 360 ഡേയ്സ് 36,000. അതേപോലെ ഡബിൾ റൂം 50 ഇൻറ്റു 80% ഇൻറ്റു 360 ഡേയ്സ് 14,400. ട്രിപ്പിൾ റൂം 30 ഇൻറ്റു 60% ഇൻറ്റു 360 ഡേയ്സ് 6,480. ദെൻ ഇക്വാലൻ്റ് സിംഗിൾ റൂം ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഇക്വാലൻ്റ് ഫിഗേഴ്സ് അയച്ച് റൂം ഡേയ്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ സിംഗിൾ റൂമിൻ്റെ റൂം ഡേയ്സ് ഇൻറ്റു 1 36,000 ഇൻറ്റു 1 36,000. Then double room into 2.5. So 14,400 into 2.5 36,000. Then triple room into 5 6480 into 5 32,400. So total equivalent single room days നമ്മൾ calculate ചെയ്തു. Then next statement of total cost prepare ചെയ്യാം. First item staff salaries 14,25,000,
room attendance wages 4,50,000, lighting, heating and power 2,15,000, repairs and maintenance 123,500, laundry charges 8,500, interior decoration 74,000, sundries 1,53,000. സോ സൺറീസ് വരെ നമ്മൾ എഴുതി. ഇനി ഇവിടെ ബിൽഡിംഗ് റെൻറ്റ് തന്നിട്ടുണ്ട്. റെൻറ്റ് നമ്മുടെ കോസ്റ്റാണ്. സോ റെൻറ്റ് എന്ന് പറയുന്നത് 10,000 പെർ മന്ത് അലോങ് വിത്ത് 5% ഓഫ് ടോട്ടൽ ടേക്കിംഗ്. സോ 10,000 പെർ മന്ത് എന്ന് പറയുമ്പോൾ പെർ ആനം എത്രയാണ്? 10,000 ഇൻറ്റു 12 1,20,000 പെർ ആനം. സോ 1,20,000 പ്ലസ് 5% ഓഫ് ടേക്കിംഗ് ആണ് റെൻറ്റ് എന്ന് പറയുന്നത്. ബിൽഡിംഗ് റെൻറ്റ് വിൽ ബി 1,20,000 പ്ലസ് 5% ഓഫ് ടേക്കിംഗ്. സോ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയും ആഡ് ചെയ്യുക, പ്ലസ് 1,20,000 ചെയ്യുമ്പോൾ 26,41,000 കിട്ടും. പ്ലസ് 5% ഓഫ് ടേക്കിംഗ് ആണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ റെൻ്റ് എന്ന് പറയുന്നത് 5% ഓഫ് ടോട്ടൽ ടേക്കിംഗ് ഉണ്ട്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20% ഓഫ് ടോട്ടൽ ടേക്കിംഗ് ഉണ്ട്. സോ നമുക്ക് ടോട്ടൽ ടേക്കിംഗ് എക്സ് ആയിട്ട് എടുക്കാം. ടോട്ടൽ ടേക്കിംഗ് എക്സ് ആയിട്ട് എടുക്കാം. സോ ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഫൈനൽ സെയിൽ പ്രൈസ്. സോ ആ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്, അതായത് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് ടേക്കിങ്ങിൻ്റെ എമൗണ്ട്. സോ ആ ടേക്കിംഗ് എന്ന് പറയുന്നത് ഈ കോസ്റ്റ് 26,41,000 പ്ലസ് 5% ഓഫ് ടേക്കിംഗ് പ്ലസ് പ്രോഫിറ്റ് ആണ്. അതായത് സെല്ലിംഗ് പ്രൈസ് എങ്ങനെയാണ്? കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. കോസ്റ്റ് എത്രയാണ്? 26,41,000 പ്ലസ് 5%. ദെൻ പ്രോഫിറ്റ് എത്രയാണ്? 20% ഓഫ് ടേക്കിങ്സ്. സോ 5% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 0.05x. ദെൻ 20% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 0.20x. So x equal to 26,41,000 plus 0.05x plus 0.20x ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 35,21,333 നമുക്ക് ടേക്കിങ്സ് ആയിട്ട് കിട്ടും. സോ നമുക്കിനി റെൻ്റാണ് ക്വസ്റ്റനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. റെൻ്റ് ഫോർ സിംഗിൾ റൂം, ഡബിൾ റൂം, ട്രിപ്പിൾ റൂം. സോ റെൻ്റ് നമുക്ക് R ആയിട്ട് എടുക്കാം. ലെറ്റ് R ബി ദ റെൻ്റ് ഓഫ് സിംഗിൾ റൂം. സോ നമ്പർ ഓഫ് റൂം ഡേയ്സ് ഇൻറ്റു റെൻറ്റ് ചെയ്താൽ നമുക്ക് ടോട്ടൽ വാല്യൂ കിട്ടുമല്ലോ. ഇത് നമ്മുടെ ഇൻകം ആണ്. സോ നമ്പർ ഓഫ് റൂം ഡേയ്സ്, അതും ഇക്വലൻ റൂം ഡേയ്സ് ആണ് ഇവിടെ എടുക്കാൻ. 1,04,400 ഇൻറ്റു റെൻറ്റ് ആറായിട്ട് എടുക്കുക ഈക്വൽ ടു ടോട്ടൽ ടേക്കിങ്സ് നമുക്ക് കിട്ടേണ്ട എമൗണ്ട്. സോ ആർ വിൽ ബി 35,21,333 ഡിവൈഡഡ് ബൈ 1,04,400 which will give you 33.73 as rent. So rent to be charged എങ്ങനെ കണ്ടുപിടിക്കും? സിംഗിൾ റൂമിൻ്റെ സെയിം തന്നെ ഇൻറ്റു 1 33.73, ദെൻ ഡബിൾ റൂം ഇൻറ്റു 2.5 33.73 ഇൻറ്റു 2.5 84.33, ദെൻ ഫോർ ട്രിപ്പിൾ റൂം സിംഗിൾ റൂം ഇൻറ്റു 5 33.73 ഇൻറ്റു 5 168.65. സോ ഇതാണ് റെൻറ്റ് ടു ബി ചാർജ്ഡ്. Illustration 7. A lodging home is being run in a small hill station with 100 single rooms. So ഒരു lodging home ആണ്, 100 single rooms ഉണ്ട്. Home offers concessional rates during 6 off-season winter months in a year when number of visitors are limited. So 6 മാസം കൺസെഷണൽ റേറ്റ് ആണ് ആ ലോഡ്ജിങ് ഹോം ഓഫർ ചെയ്യുന്നത്. സോ ബാക്കി 6 മാസം ഫുൾ ചാർജ് ചെയ്യും, ഓഫ് സീസണിൽ കൺസെഷണൽ റേറ്റ്. During this period, half of the full room rent is charged. So, seasonal full amount charge ചെയ്യും, off seasonal അതിൻ്റെ ഹാഫ് ആണ് ചാർജ് ചെയ്യുന്നത്. During this period, half of the full room rent is charged. The management's profit margin is targeted at 20% of the room rent. So, room rentൻ്റെ 20% ആണ് പ്രോഫിറ്റ് മാർജിൻ. റൂം റെൻറ്റിൻ്റെ 20%, കോസ്റ്റിൻ്റെ അല്ല, റൂം റെൻറ്റിൻ്റെ 20% ആണ് പ്രോഫിറ്റ് മാർജിൻ. The following are the cost estimates and other details for the year ended 31st March. Assume a month to be of 30 days. So, occupancy during the season is 80%, while in the off season it is 40%. So, seasonal 80% ആണ് occupancy, off seasonal 40% ആണ്. ഇത്രയും ഡീറ്റെയിൽസിൽ തന്നെ നമുക്ക് റൂം ഡേയ്സ് കണ്ടുപിടിക്കാൻ പറ്റും. സോ റൂം ഡേയ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സീസണിൽ എന്തായിരിക്കും? ബിസി സീസണിൽ എത്ര റൂമുണ്ട്? 100 റൂമുണ്ട്. 100 ഇൻറ്റു ഓക്യുപ്പൻസി റേറ്റ് എത്ര? 80%. 80% ഇൻറ്റു എത്ര മാസമാണ്? 6 months. 6 months ഓഫ് സീസണും 6 months ബിസി സീസണും ഇൻറ്റു എത്ര ദിവസമാണ് ഇൻ എ മന്ത്? 30 days. സോ ബിസി സീസണിൽ 100 ഇൻറ്റു 80% ഇൻറ്റു 6 ഇൻറ്റു 30 14,400 റൂം ഡേയ്സ് ആണ്.
ദെൻ ഓഫ് സീസണിൽ എത്ര റൂം ഡേയ്സ് ഉണ്ട്? സെയിം പോലെ 100 ഇൻറ്റു ഒക്യുപ്പൻസി എത്ര ഓഫ് സീസണിൽ 40% ഇൻറ്റു എത്ര മന്ത്സ് 6 months ഇൻറ്റു ഒരു മാസത്തിൽ 30 days. നമ്പർ ഓഫ് റൂം ഡേയ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ മന്ത് ഡേയ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ 30 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് കാൽക്കുലേഷൻ ഓഫ് റൂം ഡേയ്സ്. സീസൺ 80%, ഓഫ് സീസൺ 40%, റൂം ഡേയ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ഇവിടെ പറയുന്നുണ്ട് ബിസി സീസണിൽ ഫുൾ റെൻറ്റ് ചാർജ് ചെയ്യും, ഓഫ് സീസണിൽ ഹാഫ് റെൻറ്റേ ചാർജ് ചെയ്യുള്ളൂ. സോ നമുക്ക് ഇക്വാലൻ്റ് എമൗണ്ട് ചാർജബിൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇക്വാലൻ്റ് എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? ബിസി സീസണിൽ ഫുൾ എമൗണ്ട് ചാർജ് ചെയ്യണ്ടേ? സോ ഫുൾ റൂം ഡേയ്സിനും ചാർജ് ചെയ്യണം. 14,400 ഇൻറ്റു 100% ഫുൾ റൂം ഡേയ്സിനും ചാർജ് ചെയ്യണം. ഓഫ് സീസണിലോ ഹാഫ് എമൗണ്ടേ ചാർജ് ചെയ്യുന്നുള്ളൂ. ഹാഫ് ഓഫ് ദ ഫുൾ റൂം റെൻറ്റ് ഇസ് ചാർജ്. സോ ഹാഫ് റൂം ഡേയ്സിനെ ചാർജ് ചെയ്യുന്നുള്ളൂ. 7,200 ഇൻറ്റു 50% 3,600 റൂം ഡേയ്സിനെ ചാർജ് ചെയ്യുന്നുള്ളൂ. സോ ടോട്ടൽ 18,000 ആണ് ഇക്വാലൻ്റ് റൂം ഡേയ്സ് എന്ന് പറയുന്നത്. Then next, total investment in the home is 200 lakhs, of which 80% relate to building and balance for furniture and equipments. So total investment 200 lakh ആണ്. അതിൽ 80% building ആണ്, ബാക്കി 20% furniture and equipment. ഇത് depreciation calculate ചെയ്യാനാണ് വന്നിരിക്കുന്നത്. So annual depreciation is to be provided for buildings at the rate of 5%. So 200 lakhs into അതിന് എത്ര പെർസെൻ്റ് ആ ബിൽഡിംഗ്? 80%. 80% into 5% ചെയ്യുമ്പോൾ ഡിപ്രിസിയേഷൻ ഫോർ ബിൽഡിംഗ് കിട്ടും. അതേപോലെ ഫർണിച്ചർ എത്രയാണ്? 20% ആണ് 200-ൻ്റെ. സോ 200 lakh ഇൻറ്റു 20% ഇൻറ്റു 15% ചെയ്യുമ്പോൾ ഡിപ്രിസിയേഷൻ ഫോർ ഫർണിച്ചർ കിട്ടും. അത് നെക്സ്റ്റ് വർക്കിംഗ് നോട്ട് നമ്പർ 2 ഡിപ്രിസിയേഷൻ. ദെൻ എക്സ്പെൻസസ്, ബാക്കി കോസ്റ്റ് തന്നിട്ടുണ്ട്. റൂം അറ്റൻഡൻസ് ആർ പെയ്ഡ് 10 rupee പെർ റൂം ഡേ ഓൺ ദ ബേസ് ഓഫ് ഒക്യുപ്പൻസി ഓഫ് റൂംസ് ഇൻ എ മന്ത്. സോ ടോട്ടൽ എത്ര റൂം ഡേയ്സ് ഉണ്ട്? ഇവിടെ ഇക്വാലൻ്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ടോട്ടൽ നമ്പർ ഓഫ് റൂം ഡേയ്സ് എത്രയുണ്ട്? 21,600 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സോ 21,600 ഇൻറ്റു 10 പെർ റൂം ഡേ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ആസ് റൂം അറ്റൻഡൻസ് സാലറി 2,16,000. Then monthly lighting charges are 120 per room except in 4 months in winter when it is 30 per room. So lighting charges 120 per room ആണ് യൂഷ്വലി. വിൻ്ററിൽ 4 മാസം 30 per room. സോ ലൈറ്റിങ്ങിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണം. ഓഫ് സീസണിൽ നോക്കാം. സോ ലൈറ്റിങ്ങിൽ 120 per room ആണ്, വിൻ്ററിൽ 30 per room ആണ്. സോ സീസണിൽ 6 മാസത്തെ ലൈറ്റിംഗ് ചാർജ് എത്ര വരും? സീസണിലെ റൂം ഡേയ്സ് എത്രയാണ്? 14,400 ഇൻറ്റു എമൗണ്ട് എത്രയാണ്? 120 ഡിവൈഡഡ് ബൈ ഡേയ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. 120 പെർ മന്താണ് തന്നിരിക്കുന്നത്. മന്ത്ലി ലൈറ്റിംഗ് ചാർജസ് ആണ് തന്നിരിക്കുന്നത് 120. സോ ഡേയ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡഡ് ബൈ 30 ചെയ്യണം. സോ 14,400 റൂം ഡേയ്സ് ഇൻറ്റു 120/30 ചെയ്യുമ്പോൾ സീസണിലെ ലൈറ്റിംഗ് ചാർജ് കിട്ടും. ഓഫ് സീസണിൽ 2 കേസ് ഉണ്ട്. 4 months 30 ആണ് ചാർജ് ചെയ്യുന്നത്, ബാക്കി 2 months 120 തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. സോ ഓഫ് സീസണിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 4 months 2 months 30 ആണ് 4 months ചാർജ് ചെയ്യുന്നത്. സോ 30 per month ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു നമ്പർ ഓഫ് റൂം ഡേയ്സ് എത്ര? 7,200 ഇൻറ്റു എത്ര മാസമാണ്? ടോട്ടൽ 6 months ആണ്. അതിൽ 4 months ആണ് 30 ചാർജ് ചെയ്യുന്നത്. 4/6 4,800. അതേപോലെ തന്നെ 2 months എങ്ങനെ കണ്ടുപിടിക്കും? 2 months 120 തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. 120 per month divided by 30 days into 7,200 number of room days into 2 months. 2 divided by 6 ചെയ്യുമ്പോൾ 9,600. So total lighting charges will be 72,000. We are required to work out the room rent chargeable per day both during the season and off-season months on the basis of foregoing information. So room rent chargeable per day calculate ചെയ്യണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഇക്വാലൻ്റ് റൂം ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്തത്. സോ റൂം റെൻറ്റ് ചാർജബിൾ പെർ ഡേ എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഇഫക്റ്റീവ് റൂം ഡേയ്സ് അല്ലെങ്കിൽ ഇക്വാലൻ്റ് റൂം ഡേയ്സ് ആണ്. ബാക്കി കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ റൂം ഡേയ്സ് യൂസ് ചെയ്യുന്നത്. ഇക്വാലൻ്റ് റൂം ഡേയ്സ് യൂസ് ചെയ്യുന്നത്
കോസ്റ്റ് പെർ റൂം ഡേ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സോ ഫസ്റ്റ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. ഒരു ഐറ്റംസ് കൊടുക്കുക. സ്റ്റാഫ് സാലറി, റിപ്പയർ ടു ബിൽഡിംഗ്, ലോണ്ടറി ചാർജസ്, ഇൻറ്റീരിയർ, മിസ്ലേനിയസ് എക്സ്പെൻസസ്, ദെൻ ഡിപ്രിസിയേഷൻ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു, റൂം അറ്റൻഡൻസ് സാലറി കാൽക്കുലേറ്റ് ചെയ്തു, ലൈറ്റിംഗ് ചാർജസ് കാൽക്കുലേറ്റ് ചെയ്തു. വി വിൽ ഗെറ്റ് ദ ടോട്ടൽ കോസ്റ്റ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. 20% ഓഫ് റൂം റെൻ്റാണ് പ്രോഫിറ്റ്. അതായത് ടോട്ടൽ റെൻ്റ് എന്ന് പറയുന്നത് 100 ആണെന്ന് കൺസിഡർ ചെയ്യാം. അതിൽ 20 പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാലൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 80 കോസ്റ്റ് ആയിരിക്കും. സോ കോസ്റ്റ് എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ 29,44,800 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 20 ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 29,44,800 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 80. സോ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടി 36,81,000. ദെൻ റൂം റെൻറ്റ് പെർ ഡേ എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വാലൻറ്റ് ഫുൾ റൂം ഡേയ്സ് 204.50. സോ ഡ്യൂറിങ് സീസൺ 204.50. ഓഫ് സീസണിൽ ഹാഫ് ഫെയർ ആണ് ചാർജ് ചെയ്യുന്നത്, 50%. സോ 102.25.